ഇന്ന് നമുക്കൊരു വലിയ വീഡിയോ ആണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന ഈ കെട്ടുണ്ടല്ലോ, ഇത് മിക്കതും ഇന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തോടുകൂടി 42 days ആയി. അപ്പോൾ 42 days ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ റിവ്യൂ ചെയ്തിട്ട് അഴിക്കാം എന്നുള്ള ഒരു തോന്നലല്ല അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും അഴിക്കും. മര്യാദയ്ക്കൊന്നും നടക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇത് അഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് ഫുൾ ഒരു വലിയ വീഡിയോ എടുക്കാം. കുറേ നാളായി എടുത്തിട്ട് ഞാനിങ്ങനെ സംസാരിക്കാൻ, എന്താ പറയുക, ബൈക്ക് ക്ലബ് എന്തോ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എണീറ്റോ? ഗുഡ് മോർണിംഗ്. എന്താ അങ്ങോട്ട് നോക്കണേ? എല്ലാം ഇടിപിടി ചെടപെടാ എന്നായിരുന്നു. സൂര്യചേട്ടൻ ബുക്ക് ചെയ്യാൻ പോയതായിരുന്നു. തിരിച്ചു വന്ന് വേഗം എക്സ്റേ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇരുന്ന കൊല്ലത്തിൽ തന്നെ വണ്ടി കയറി ഹോസ്പിറ്റലിലെത്തി. നേരം പരപരാ വെളുക്കുന്നതിലേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഞാനായിരിക്കും ആദ്യത്തെ പേഷ്യൻ്റ് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ വന്നു ഗൈസ്. എനിക്കൊന്ന് മേക്കപ്പ് ഇടാനുള്ള ടൈം പോലും കിട്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 10:30 ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ്. പോയതും എക്സ്റേ എടുത്തതൊക്കെ വെരി ഫാസ്റ്റ്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ പോകണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട ഡോക്ടറില്ല, ലീവാണ്. അപ്പോൾ ഞാനിനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് ഐഡിയ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. സൂര്യേട്ടൻ വന്നു, പോവുക എക്സ്റേ എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഈ കോലത്തിൽ അങ്ങനെ എണീറ്റ് പോയി എക്സ്റേ എടുത്തു. പുതിയൊരു പേഷ്യൻ്റ് ഉണ്ട് കേട്ടോ, അല്ല ഡോക്ടറിനൊക്കെ പേഷ്യൻ്റ് ഉണ്ട് ഗൈസ്. ഞാൻ നേരത്തെ എക്സ്റേ എടുക്കാൻ പോയപ്പോൾ മേക്കപ്പ് ഇട്ടുണ്ടായില്ല. ഇപ്പോഴും ഞാൻ മേക്കപ്പ് ഇട്ടില്ല. കാരണം നീ ഭയങ്കര ലുക്ക് വേണ്ട, അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ തോന്നണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കാണാൻ പോകുന്നത് കന്നഡികറിയാണ്, കന്നഡ ഡോക്ടറാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓപ്പണേറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കണല്ലേ, അങ്ങനെയാണോ അത് ചോദിക്കുക. അങ്ങനെ ആ സുദിനം വന്നെത്തി. എൻ്റെ കാലിലെ കെട്ടൊക്കെ അയച്ചു. പക്ഷേ വിരലിന് ഇപ്പോഴും ചെറിയൊരു വളവുണ്ട്. ഒരു 3-4 മാസം കഴിയുമ്പോൾ ശരിയാവുന്നാ പറഞ്ഞത്. എൻ്റെ കോലം നോക്കുക, ഇംഗ്ലീഷ് അറിയാത്തോണ്ട് മേക്കപ്പ് ഇടാണ്ട് ഇറങ്ങിയതാ. ഇംഗ്ലീഷ് അറിയാത്തോണ്ടേ മേക്കപ്പ് ഇടാണ്ട് ഇറങ്ങിയതാ. ഉണ്ടോ? അപ്പൊ ഗൈസ് എൻ്റെ കാലിലെ കെട്ടൊക്കെ അഴിച്ചു. ഇത്തിരി വളഞ്ഞിരിക്കുന്നു വിരല്. അത്ര ഉള്ളത് ശരിയാവും. എന്നിട്ട് ഞങ്ങള് അത് കെട്ടഴിച്ചതിൻ്റെ ഇളനീരും ഷേക്കും കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ശരിയാ, വീഡിയോയില് കാണാൻ മോനെ ഭംഗിയില്ല. അമ്മേ, എന്തൊരു വലിയ സീറ്റ് പൊറോട്ടയാണ്. ഞാനവിടെ ഇളനീര് കുടിക്കുമ്പോൾ ഇവരവിടെ ഷേക്ക് കഴിക്കായിരുന്നു. ജുഗുനുവിനെ കൊണ്ടുവന്നില്ല കേട്ടോ. ജുഗുനുവിന് എന്തായാലും വാക്സിനൊക്കെ എടുത്ത് ചെറിയ പനിമൂടൊക്കെയാണ്. ജുഗുനു പോയിണ്ടായിരുന്നു കേട്ടോ ചാലക്കുടിക്ക് വാക്സിൻ എടുക്കാൻ. അല്ലേ, എവിടെ നിന്നാ എടുത്തേ? ഇഞ്ചക്ഷൻ എവിടെ എടുത്തേ? ലെഫ്റ്റ് റൈറ്റ്? ഇവിടെ അല്ലേ? വേനുണ്ടോ? വേനുണ്ട് ഇപ്പൊ ഇളക്കാനല്ലേ? തലമുട്ടും തലമുട്ടൂട്ടാ കണ്ടോ? സൂക്ഷിച്ച്. ഈ പറഞ്ഞ 5-10 മിനിറ്റ് അല്ലേ വേണ്ടോ? ബ്ലഡ് ടെസ്റ്റ് അല്ല, നമ്മളെ വാക്സിൻ എടുത്തേ. നമ്മളപ്പോ സ്പ്രേ പെയിന്റ് വാങ്ങിക്കാൻ പോവാണ്. ജൂണിന് സ്പ്രേ പെയിന്റ് വാങ്ങിക്കണം. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ത്രെഡ് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ വന്നേക്കാണ്. എന്തൊരു വെയില. പിന്നെ എന്താ ഞാൻ പറയുന്നത്, എൻ്റെ കാലിലത്തെ ഊരി നടക്കുമ്പോൾ ചെറിയൊരു ഞൊണ്ടൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ശരിയാകുമായിരിക്കും.
ചെയ്താണ് ഗൈസ് നമ്മുടെ കൂടെ സ്പ്രേ പെയിന്റ് മേടിക്കാൻ വരുന്നത്. ഞങ്ങൾ സ്കൂട്ടറിലാണ്. നേരെ ജോഗ് ചെയ്യണം കേട്ടോ, വളഞ്ഞൊന്നും പോരുത്. ഞങ്ങൾ സ്കൂട്ടറിലും ജോഗ് ചെയ്തു ആണ് പറഞ്ഞത്. എവിടെ? അതെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചുകുന്നു ജോഗിങ് ഒക്കെ നിർത്തി. നമ്മൾ നിർബന്ധിച്ച് നിർത്തിപ്പിച്ചു. എന്നിട്ട് വണ്ടി കയറ്റി നമ്മളങ്ങനെ ഹോം എക്സ്പ്രസ്സിൽ എത്തിയിട്ട്. അഷ്ടമിശ്രയാണ്, അതൊരു ഹൈപ്പർ മാർക്കറ്റ് ഓർ സൂപ്പർ മാർക്കറ്റാണ്. എന്തായാലും അവിടെ നിന്നാണ് നമ്മളുടെ സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചത്. സ്പ്രേ പെയിൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക്. ഇത്രയും നാളത് ക്ലോസ്ഡ് ആയിരുന്നു, ഇപ്പം അത് ഓപ്പൺ ആയി. ഇപ്പോൾ ജുഗുന് വന്നപ്പോൾ തന്നെ അത് നോട്ടീസ് ചെയ്തു. എന്നിട്ട് അവനത് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് അവിടെ കളിക്കാൻ പോയേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം സ്പേഷ്യസ് ആണ്. കുറച്ച് നേരമൊക്കെ പിള്ളേർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ. കുറേ ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ അവിടെ കയറി ഇരിക്കണമെന്നേ ഉള്ളൂ, കാരണം നോക്കാൻ അവിടെ ആരുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ത്രെഡ് ചെയ്യാനാണ്. പക്ഷേ അവിടെ തിരക്ക് കാരണം ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വന്ന് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജുഗുനുവിന് ജോഗിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് മാറിയിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ സ്കൂട്ടർ എടുത്ത് പോയി. അവർ രണ്ടുപേരും കൂടെ പാടത്തോടെ നടന്നു വന്നു. ത്രെഡ് ചെയ്യണമെന്നും കൂടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര തിരക്ക്. അപ്പം ഞാൻ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ പോയി ത്രെഡ് ചെയ്യാന്ന് വെച്ചു. വട്ടയപ്പമാണ് വട്ടയപ്പല്ലേ ഇത്? വെള്ളയപ്പൽ വട്ടയപ്പം. വട്ടയപ്പുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ചിപ്സ്, ബനാന ചിപ്സ് ഉണ്ട്, കപ്പലണ്ടി മുട്ടായി ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? സ്റ്റുപ്പിഡ് വഴി കൂടെയാണോ വന്നേ? ഷോർട്ട്കട്ട് കാരണം നമ്മള് ലേറ്റ് ആയത്. എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടല്ലോ ജൂന് പാടത്ത് കൂടെ നടന്നു വരണ. ഈ പാടത്ത് കായ പറക്കാൻ പോയിണ്ടല്ലേ? എന്ത് ചെയ്യാൻ പോവാ ജൂനിട്ടെ? അമ്മൂന്റെ കുടത്തിനോ ജുഗുനുന്റെ വണ്ടിക്ക് സ്പ്രേ പെയിന്റ് അടിക്കാം. ലെറ്റ്സ് ഗോ ടു പേ. ഹൈക്കോ? മുഖത്തേക്ക് അടിക്കുന്നേ. പരത്തിയടിക്കേ. നമ്മുടെ പെയിന്റിങ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാടയാണോ മകനാണോ കൂടുതൽ അടിക്കുന്നതെന്നുള്ള വാശിയേറിയ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോയ്സുമേ അടിക്കുന്നു, കലത്തുമേ അടിക്കുന്നു, കിളിയുമേ അടിക്കുന്നു. അങ്ങനെ പല ഐറ്റത്തുമ്പോൾ നമ്മൾ കളർ അടിച്ചുകൊണ്ട് green. Next, what is our next color? Green. Yeah, green. തോന്നിത്തരാം ജുഗുന് കൂട്ടന്. തോർക്കാൻ പറ്റണില്ലല്ലോ. തൊണ്ണുതരാം ജുഗുന് കുട്ടന്. തൊണ്ണുതരാം ജുഗുന് കുട്ടന്. അമ്മയ്ക്കാണെങ്കിൽ പറ്റണില്ല, അച്ചച്ചി ട്രൈ ചെയ്യണു. ലാസ്റ്റ് ഡാഡ വന്നിടും തന്നിടും. ഇത് തുറക്കാനുള്ള ആരോഗ്യം ഇപ്പം എനിക്കില്ല. പക്ഷെ നോക്കിക്കോ, ഞാൻ അടുത്ത മാസം തൊട്ട് ജിമ്മിൽ പോയി സ്ട്രോങ് ആയി ആരോഗ്യം വെക്കും. എന്താണോ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. സൂര്യേട്ട ഇത് വെറുതെ തുറന്നാ പോരെ? നമ്മുടെ ഉദ്യമം ദാ കാണുന്ന കിളിയിൽ പെയിന്റ് അടിക്കാന്നുള്ളതാണ്. ഈ കിളിയിൽ നമ്മൾ ഗോൾഡൻ പെയിന്റ് അടിച്ച് കിളിയെ കൂടുതൽ
തിളക്കമുള്ള കിളികളാക്കി മാറ്റുന്നതായിരിക്കും. ഗോൾഡൻ പറയും. ചിക്കി 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 ഗോൾഡൻ. നെക്സ്റ്റ് കളർ ചുവണ്ട് കളർ അടിക്കാൻ പോകുന്നുണ്ട്. ഗ്രീൻ ഗ്രീൻ ഗ്രീൻ. നമ്മൾ ആ ഗോൾഡൻ കളർ പൂശുമ്പോൾ മുത്തുമ്മൽ ഗോൾഡ് പൂശാതിരിക്കാൻ വേണ്ടി സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നു. ബുദ്ധിമാനായ സൂരജിൻ്റെയും ബുദ്ധിമതിയായ പ്രസന്നയുടെയും അഭിപ്രായ പ്രകാരം ആണിത് ചെയ്യുന്നത്. ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ് ഗൈസ്. ആ ഞാൻ എടുത്തില്ല, ഞാൻ എടുക്കാൻ റെഡിയാക്കി നിങ്ങൾ തുറന്നു. വേണ്ട, അനിയമ്മാവനാണ്. മാറിക്കോ. അത് ഒരു കർഷക കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോ കർഷക കുടുംബത്തിലെ കർഷകൻ കർഷക എനിക്ക് ഇത്ര മലയാളം അറിയാം. കർഷക എന്നൊക്കെ പറഞ്ഞു അല്ലേ? കർഷകയല്ലേ മലയാളം? അതെ ആണ്. അപ്പോൾ ഞാൻ എന്തോ അറിയാതെ ഒരു IT ഫീൽഡിൽ ജനിച്ചു പോയി. ഞാൻ ജനിച്ചത് ഞാൻ കർഷക കുടുംബത്തിലാണെങ്കിലും IT ഫീൽഡിൽ പോയി. അപ്പം ഞങ്ങളുടെ കർഷക കുടുംബത്തിൽ സ്പ്രിംഗ്ലർ നിങ്ങളെ കാണിച്ചു തന്നു. അതുപോലെ വാഴയുണ്ട്. വാഴ ഞാൻ കാണിച്ചു തരാം. അതാണ് കർഷക കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണിക്കാരി വെച്ച് ചെയ്തെങ്കിൽ നമ്മൾ കർഷക കുടുംബമല്ല. ഇത്തവണ നമ്മൾ ഇതാണ് ഞങ്ങളുടെ ചാമ്പ. ഇത് ഇക്കൊല്ലം ഉണ്ടാവാൻ പോണതാ. ഇതാണ് നമ്മുടെ ചാമ്പമരം. ഇക്കൊല്ലം പൂത്തിരിക്കുന്ന ചാമ്പമരം. ചാമ്പമരം ആവണേ ഉള്ളൂ അല്ലെ? ചാമ്പ തയ്യ ശരിക്കത് അല്ലേ? കുമ്പളങ്ങ വീണെടുക്കുന്നു. കണ്ടോ? തേങ്ങ പോലെ കുമ്പളങ്ങ വീണ് കിടക്കുന്നു. അതാണ് ഞങ്ങളുടെ കർഷക കുടുംബം. തെങ്ങാണിത്. തെങ്ങിന്റെ ചോട്ടിൽ കിടക്കുന്നത് എന്താ? കുമ്പളങ്ങ. ആ നല്ല കുമ്പളങ്ങല്ലേ? പക്ഷെ പിന്നെ ജാതി മരം. ജാതി സ്പ്രിംഗ്ലറിൽ നനച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ സ്പ്രിംഗ്ലർ? ആ അതെ കണ്ടോ അമ്മ. ഇതാണ് നമ്മുടെ വാഴ. അമ്മ തന്നെ കിളച്ച്. അച്ഛണ്ടായില്ലേ? ആ അപ്പൊ അമ്മ തന്നെ കിളച്ച് വെച്ച വാഴകളാണിത്. വാഴക്കൂട്ടം. അത് നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മള്. അച്ഛനും അമ്മയും. എണ്ണണ്ട അല്ല, എനിക്കറിയില്ല. കുഴപ്പമൊന്നുണ്ടായില്ല. കണ്ടോ? ആ മുളക്കുണ്ട്. അത് അന്ന് വെട്ടിയപ്പോ ഞാൻ ആ തുമ്പും കൂടി വെട്ടണം. അതിന്റെ തലയും മുകളിലേക്ക് പോയിട്ടുണ്ട്. എനിക്കൊരു കസേരയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിന്റെ മുകളിൽ നിന്ന് ആ തുമ്പം കൂടി വെട്ടണം. അപ്പൊ അതിനെ കടക്കി ബലം വെച്ചു. മധുരക്കിഴങ്ങാണോ ഇത്? ഇത് മധുരക്കിഴങ്ങ. അത് ഇതിൽ നട്ടിങ്ങി ഇതിന്റെ വള്ളി വരുമ്പോ വള്ളി വേറെ ഈ കളറാണ് മധുരക്കിഴങ്ങിന്. ഇത് മുറിച്ച് വേറെ നടും. മത്തങ്ങ ഉണ്ടായി കിടക്കണം. സീക്രട്ട് ഉണ്ട്. കാണിച്ചേ. ഇതെപ്പോഴാ പറക്കാറോ? തിരുവനന്തപുരം വലുതാവും അല്ലേ? ഇല്ലേ?
മൂടിയിട്ടേക്കണതാണോ? മയിലൊക്കെ കൊച്ചു ആ. ഗൈസ്, എന്റെ പുതിയ വസ്ത്രം എങ്ങനെയുണ്ട്? സൂപ്പർ ഗൈസ്, ഇതെന്റെ പുതിയ വസ്ത്രം. എന്റെ പുതിയ വസ്ത്രം, എന്റെ പുതിയ വസ്ത്രം. ഇത് അമ്മൂന്റെ. അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ടോ. വേണ്ട വേണ്ട, അമ്മൂന്റെ എന്നല്ല പറഞ്ഞ, ജുഗുന് പറഞ്ഞത് അമ്മ റിപ്പീറ്റ് ചെയ്തതാ. എന്റെ പുതിയ വസ്ത്രം ഇതാരുടെ അപ്പൊ? എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? ഇത് എന്റെ പുതിയ വസ്ത്രം. ഞാനപ്പോ കാല് ഉപ്പ് വെള്ളത്തിൽ ഇറക്കി വെക്കാന്ന് വിചാരിച്ചു. കാരണം നീരുണ്ട്, അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപ്പുവെള്ളത്തിൽ ഇറക്കി വെക്കണതായിരിക്കും നല്ലതെന്ന് ഒരു ഖ്യാതിയാണോ, ഒരു പറച്ചിലുണ്ട്. അപ്പം എന്തായാലും അതുകൊണ്ട് ഉപ്പുവെള്ളത്തിൽ ഇറക്കി വെക്കാന്ന് വെച്ചു. കൂട്ടത്തിൽ ഞാൻ എൻ്റെ പെഡിക്യൂർ കിറ്റും കൂടി എടുത്തിട്ടുണ്ട്. വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനയട്ടെ. എന്തായാലും കുറേ നാളായി ഞാൻ കാലൊക്കെ ഒന്ന് മര്യാദയ്ക്ക് കഴുകി ഉറച്ച് കഴുകിയിട്ടൊക്കെ 42 days ആയിട്ടുണ്ട്. അപ്പം ഇതൊരു തുടക്കമാവട്ടെ. അമ്മേ, ചൂട് കുഴപ്പമില്ലല്ലോ? ചൂടില് ഇറക്കി വെക്കുന്നോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇത്തിരി ചൂടില്ല, അത് കുഴപ്പമില്ലല്ലോ. വേദനയില്ല, പൊള്ളുന്നുണ്ടോ? അപ്പൊ ചൂട് കുഴപ്പമില്ല. അത് ഇറക്കുന്നുണ്ട് ഞാൻ. ചൂടുണ്ട് ഗൈസ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കുറേ നാളൊന്നും ചെയ്യാതിരുന്നതിൻ്റെ പകരം കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.